നമ്മുടെ മാവേന്ന് മൂത്ത കുറച്ച് മാങ്ങ പറിച്ച് വയ്ക്കാം പഴിപ്പിക്കാനായിട്ട്. കറിയൊന്നുമില്ല, പഴുക്കാറായത് അതുകൊണ്ടാണ്. ഇതായിട്ടുണ്ടാവില്ലേ? ഇതായിട്ടുണ്ടാവോ? ഇതായിട്ടുണ്ടാവില്ല അല്ലേ? ചന ഒത്തിരി ഉണ്ട്, അപ്പോൾ ശരിക്കായിട്ടില്ല. കയ്യെത്തുന്ന ദൂരത്തിൽ കുറച്ചൊക്കെ കിടപ്പുണ്ട്, പിന്നെ കയ്യെത്താത്ത ദൂരത്തിലുള്ളത് പറിക്കാനായിട്ട് നമ്മൾ തോട്ടിലൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് പറിക്കാം. മുതലതായിട്ടില്ല. ഇതാണ് കേട്ടോ നമ്മുടെ മാങ്ങ പറിക്കാനുള്ള സെറ്റപ്പ്. ഇത് മാങ്ങയുടെ കറയൊക്കെ വീണത് കുറച്ച് പഴയതായി, ഇപ്പോഴും ഒരു 2-3 വർഷമായിട്ട് ഉപയോഗിക്കണം. അതുകൊണ്ടാണ് ഇവിടെ അണ്ണാറക്കണ്ണന്മാരൊക്കെ തിന്ന് മാങ്ങയൊക്കെ തിന്ന് ഇവിടെ താഴെ വീണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും എണ്ണം മൂത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുറച്ച് പറിച്ച് വെച്ച് പഴിപ്പിക്കാമെന്ന് ഓർത്താ. ഇതൊക്കെ പഴുക്കാറായിട്ടുണ്ട്, നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് വെയിൽ കൊണ്ടിട്ടാണ്, അല്ലാതെ സാധാരണ പോലെ നിറം മാറിയിട്ടുണ്ട്. നമ്മുടെ ഈ മാങ്ങയിലിത് ഞെടുപ്പിൻ്റെ അവിടെ ഒരു കറുത്ത കളർ ഉണ്ട്, അത് ശരിക്കും മൂത്ത് പഴുക്കാറാകുമ്പോഴാണ് അങ്ങനെ വരുന്നത്. ഇനിയിപ്പോൾ 1-2 ദിവസത്തിനുള്ളത് പഴുക്കുമായിരിക്കും. പക്ഷേ അങ്ങനെ മരത്തെ കിടന്ന് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേടായി പോകണം, അത്രയും ഭാഗം ഞെടുപ്പിൻ്റെ ഭാഗം. അവിടെ ആ കിടക്കണ ഈ കണ്ണ നോക്കട്ടെ, അത് പറിക്കാൻ നോക്കടാ. ആ മാങ്ങയുടെ അടുത്തേക്കൊന്ന് ഫോക്കസ് ചെയ്തു കാണണ്ട. ഇതിങ്ങനെ ഈ കൂടക്കകത്ത് കയറ്റുക, എന്നിട്ട് അത് തോട്ടി വെച്ചിട്ട് പതിക്കൊന്ന് വലിക്കുക പോരണില്ലെങ്കിൽ. ഈ മാങ്ങയ്ക്കകത്ത് കറുപ്പുണ്ട്. അവിടെ നിന്ന് കറുപ്പുണ്ട് കണ്ട. നല്ലപോലെ പഴുത്താണ് അതിൻ്റെ ആ റൗണ്ടിൻ്റെ എഡ്ജ് വെച്ചിട്ടും കിട്ടും. പക്ഷെ എവിടെ ഇറങ്ങുന്നില്ല, കാണില്ല. ഇവിടെ ഉണ്ട്, എവിടുന്ന് കാണാമല്ലോ, ഇവിടുന്ന് കാണില്ല. എല്ലാവരും നിശ്ചയുടെ പ്രത്യേകം മാറ്റുക, ഇവിടുന്ന് കാണാം. ഇവിടെയൊക്കെ അതെ അണ്ണാറക്കണ്ണന്മാർ തിന്നിട്ടിട്ടേക്കണുണ്ടോ? അവിടെ ഉണ്ട്, ഇപ്പുറത്തുണ്ട്, അടിയിലുണ്ട. ഇത് കാണണ്ട, അത് തൊട്ടപ്പോഴേ പോകുന്നു കേട്ടോ. ഇതാണോ നീ പറഞ്ഞത്? ഇതാണോ എടുത്തോ? ആ പോകുന്നു. അതൊന്നും വൃത്തിയായിട്ട് കിട്ടുന്നില്ല. പിന്നെ ഇത് കണ്ടോ, എന്നാൽ അതെടുത്തിട്ട് എടുക്കുന്നു. ആ ഉണ്ട്, ഇത് കാണുന്നുണ്ട്. നേരെ കാണുന്നുണ്ടോ? ഈ ഉള്ളിലുള്ള പറിക്കത്തുള്ളൂ. കാണാൻ